25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഡ്രൈനേജിലെ തടസ്സങ്ങൾ അതിവേഗം നീക്കം ചെയ്യണമെന്ന് വാർഡ് കൗൺസിലർ സജീഷ്. മഴയൊന്നു പെയ്താൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ ഡ്രൈനേജും റോഡും ഒന്നാവും. ഡ്രൈനേജിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം നിക്ഷേപിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോവാത്തത് കാരണം ഡ്രൈനേജ് നിറഞ്ഞ് മലിനജലം റോഡിലൂടെ ഒഴുകുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. സമീപത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും പറഞ്ഞ പരാതിയെ തുടർന്ന് ACB കഴിഞ്ഞ ദിവസം വാർത്തയും നൽകിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പരാതികൾ ഏറെ നൽകിയിട്ടും നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വാർഡ് കൗൺസിലർ സജീഷ്. മഴക്കാലം എത്തുന്നതിന് മുമ്പ് ഡ്രൈനേജ് ശുചീകരണം നടത്തിയില്ലെങ്കിൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കടക്കം വഴിവെക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ സജീഷ് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള അഴുക്കുചാല് ശോചനാവസ്ഥയിൽ കിടക്കുന്നതാണ്. നമ്മളത് ലെറ്റർ കൊടുത്തിട്ടും അധികാരികളെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തവണയായി അതിനെക്കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് പറയുന്നു. പ്ലാസ്റ്റിക് മാലിന്യം എല്ലാം ആ അഴുക്കുചാലിൽ കിടക്കുകയാണ്. കാലവർഷമാണ് വരാൻ പോണത്. അതിന് മുന്നേ അത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ നടക്കാൻ പോലും നമുക്ക് ആ വഴിക്ക് പറ്റില്ല. ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് അധികാരികൾ എടുത്തേ മതിയാവും. നമ്മളതിനു വേണ്ടി ഒരുപാട് പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അധികാരികളുടെ പക്ഷത്ത് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക, അവിടെ പ്ലാസ്റ്റിക് ഇടരുത്, വേസ്റ്റ് ഇടരുത്, വലിച്ചെറിയരുതെന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ അവസ്ഥ ഭയങ്കര ശോചകമാണ്. കാലവർഷം തുടങ്ങുന്ന മുന്നേ അത് എത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വലിയൊരു വിപത്തായി മാറും.